ഈ ദിവസം കഴിഞ്ഞ് പോകണോ പോകണ്ടേന്ന് വെച്ചിട്ടാണ് ചുറ്റുപാട് നിൽക്കുന്നത്. ഒരു മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം, വെയിലൊന്നുമില്ല, അങ്ങനെ തണുപ്പം മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും പുറത്ത് നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്നു, എന്തൊക്കെയോ എഴുതി. അപ്പോഴാണ് നമ്മുടെ ഡയറി ഉണ്ടാക്കേണ്ട കാര്യം ആലോചിച്ചത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതാ പുതിയൊരു ഡയറി കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് ഇതുപോലെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രസമില്ലല്ലോ. അതിനെ നമ്മൾ നമ്മുടേതായിട്ട് മാറ്റണം. ഈ വർഷം നമ്മുടേതാക്കി മാറ്റുന്നത് പോലെ തന്നെ ഈ ഒരു ബുക്കും നമ്മുടേതായിട്ട് മാറ്റണം. നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, സന്തോഷിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ ഒരു പുസ്തകം. അപ്പോൾ ഇതിൽ ഞാനിതാ ഇതുപോലത്തെ ഉള്ളിലത്തെ പേജൊക്കെ കുറച്ചൊക്കെ കയറി മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള പേജസ് മാത്രം ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ബുക്കിനെ. ഇനി ഇതിൻ്റെ ചട്ടയൊന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് A4 ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ ഇതിന് തന്നെ കുറച്ച് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു ഗ്രാഫ് മോഡൽ ഇതിൻ്റെ മുകളിൽ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളറിങ് കാര്യപരിപാടികളൊക്കെ അതിൻ്റെ മുകളിൽ നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ബുക്ക് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിന് ജേണൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതുപോലെ ബുക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഈ പുതുവർഷത്തേക്ക് പുതിയൊരു ഡയറി ഉണ്ടാക്കിക്കോളൂ. ഡയറി ഇല്ലാത്തവർ ഏതെങ്കിലും നോട്ട്ബുക്കിൻ്റെ മുകളിലോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസും ചെയ്യാം. അതൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് കേട്ടോ. ഫ്രണ്ട് ചട്ട കാണാൻ കുറച്ച് നല്ല ലുക്ക് വേണം, എന്നാൽ വലിയ ആഡംബരം പാടില്ല. ഒരു ചെറിയൊരു എസ്തെറ്റിക് ലുക്ക് വേണം. കാണുമ്പോൾ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നണം. ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ കുട്ടികളിൽ നിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഇതുപോലെ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഭാഗ്യത്തിന് എന്താ കളർ കോമ്പിനേഷന് പറ്റിയ ഒരു സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. പർപ്പിൾ കളർ അത്ര വലിയ മാച്ച് ഇല്ലെങ്കിലും ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഇതിൽ എഴുതോ ഇല്ലെന്ന് കണ്ടറിയണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.